നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 28 വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും ഒക്കെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായിട്ട് റെയിൽവേ മന്ത്രാലയം നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പരിസരം മലിനമാക്കുന്നവരിൽ നിന്ന് ഈടാക്കിയിരുന്ന പിഴത്തുക 500 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് ഉയർത്തി. ഉദ്യോഗസ്ഥർ ചുമത്തുന്ന ഈ പിഴയടയ്ക്കാനായിട്ട് വിസമ്മതിച്ചാൽ കുറ്റാരോപിതരെ ബലമായിട്ട് കോടതിയിൽ ഹാജരാക്കും. കോടതി മുഖേന കുറ്റം തെളിയിക്കപ്പെട്ടാൽ 2000 രൂപ വരെ പിഴ ഒടുക്കേണ്ടി വരും. യാത്രക്കാരിൽ നിന്ന് നേരിട്ട് പിഴ ഈടാക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ മാനേജർ, ടിക്കറ്റ് പരിശോധകർ TTE അല്ലെങ്കിൽ ഇവർക്ക് മുകളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അധികാരമുള്ളത്. ട്രെയിനുകളിലോ പ്ലാറ്റ്ഫോമുകളിലോ പ്ലാസ്റ്റിക് കവറുകളും അതുപോലെ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളും വലിച്ചെറിയുക, പരസ്യമായി തുപ്പുക, മലമൂത്ര വിസർജനമൊക്കെ തന്നെ നടത്തുക, അനുവാദമില്ലാതെ ഭക്ഷണം പാകം ചെയ്യുക എന്നിവയൊക്കെ വലിയ കുറ്റമായിട്ട് പരിഗണിക്കും. കൂടാതെ റെയിൽവേ വളപ്പിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകി പരിസരം അഴുക്കാക്കുക, തുണികളും വാഹനങ്ങളും ഒക്കെ തന്നെ കഴുകുക, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നിവയും ശിക്ഷാർഹമാണ്. ഇതിനോടൊപ്പം തന്നെ ഭിത്തികളും അതോടൊപ്പം തന്നെ ബെഞ്ചുകളും ബോഗികളും വികൃതമാക്കുന്നതും ചുവരെഴുത്തുകളൊക്കെ തന്നെ നടത്തുന്നതും പരസ്യ പോസ്റ്ററുകളൊക്കെ തന്നെ പതിക്കുന്നതും കടുത്ത ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കും. നിയമലംഘകരെയൊക്കെ തന്നെ കണ്ടെത്താൻ CCTV ക്യാമറകളും പ്രത്യേക പരിശോധനാ സംഘങ്ങളെയും റെയിൽവേ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ സാമ്പത്തിക നഷ്ടവും നിയമ നടപടികളുമൊക്കെ തന്നെ ഒഴിവാക്കാൻ റെയിൽവേയുടെ ശുചിത്വ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ടത് ഓരോ യാത്രക്കാരൻ്റെയും പൗരൻ്റെയും കടമയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗ്യാസ് സിലിണ്ടർ EKYC പൂർത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ മുൻപും പലതവണ അറിയിപ്പിലൂടെ പങ്കുവച്ചതാണ്. നിങ്ങൾ ഇതുവരെയായിട്ടും EKYC ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏജൻസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കൺസ്യൂമർ നമ്പറോ അല്ലെങ്കിൽ സിലിണ്ടർ ബുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ നിലവിലെ EKYC സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇതുവരെയും EKYC പൂർത്തിയാക്കാത്തവർക്ക് സ്വന്തം സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഗ്യാസ് ഏജൻസിയിൽ എത്തിയോ ഇത് ചെയ്യാവുന്നതാണ്. ഫേസ് ഓതൻറ്റിക്കേഷൻ വഴിയോ വിരലടയാളം അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് വഴിയോ ആണ് നിങ്ങൾ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടത്. 2024 മുതലാണ് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനാൽ മുൻപ് തന്നെ EKYC പൂർത്തിയാക്കിയിട്ടുള്ളവർ ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ ചെയ്യാത്തവർ മാത്രം ഇത് ചെയ്താൽ മതിയെന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുള്ള ഈ നടപടി പൂർത്തിയാക്കാത്തവർക്ക് ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ബുക്കിംഗ് തടസ്സപ്പെടാനോ അല്ലെങ്കിൽ സബ്സിഡി നഷ്ടപ്പെട്ട് വാണിജ്യ അതായത് കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടറുകളുടെയൊക്കെ തന്നെ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരാനോ സാധ്യതയുള്ളതിനാൽ തന്നെ ഇതുവരെ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ സാധാരണക്കാരായിട്ടുള്ള വായ്പക്കാർക്ക് ആശ്വാസമേകുന്നതിനായിട്ട് കേരള സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ച ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ച ഉത്തരവായിട്ടുണ്ട്. മുൻപ് നിശ്ചയിച്ചിരുന്ന ഓഗസ്റ്റ് 31 എന്ന അവസാന തീയതിക്ക് പകരമായിട്ട് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇനി അടുത്ത മാസം സെപ്റ്റംബർ മാസം 30 വരെ ലഭ്യമാകുന്നതാണ്. സംസ്ഥാനത്ത് പരക്കെ തുടരുന്ന കനത്ത മഴക്കെടുതികളും വരാനിരിക്കുന്ന ഓണാവധിയും കണക്കിലെടുത്ത് കുടിശ്ശികക്കാർക്ക് തിരിച്ചടവിന് കൂടുതൽ സമയം നൽകേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് സഹകരണ വകുപ്പിൻ്റെ ഈ പുതിയ തീരുമാനം. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, സർവീസ് സഹകരണ സംഘങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്നിവയിൽ നിന്നുമൊക്കെ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വായ്പയെടുത്ത് ജപ്തി ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടുന്ന വായ്പക്കാർക്ക് വലിയ രീതിയിലുള്ള പലിശ ഇളവുകളും പിഴപ്പലിശ ഒഴിവാക്കലും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന് പുറമെ വായ്പാ കുടിശ്ശികകളൊക്കെ തന്നെ പൂർണ്ണമായും പിരിച്ചെടുത്ത് സഹകരണ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ നിഷ്ക്രിയ ആസ്തി അഥവാ NPA പരമാവധി കുറയ്ക്കുകയും അതുവഴി ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരുടെയൊക്കെ തന്നെ താല്പര്യങ്ങളും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നതും സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആദ്യഘട്ടത്തിൽ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിക്കാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ പ്രത്യേക സർക്കുലർ മുഖേന 1 മാസത്തെ സാവകാശം കൂടി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ മുൻപ് തിരിച്ചടവിന് സാധിക്കാതെ പോയ എല്ലാ വായ്പക്കാരും അതത് പ്രാഥമിക സഹകരണ സംഘങ്ങളുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെട്ട് ഇളവുകളോടുകൂടി വായ്പാ അക്കൗണ്ടുകൾ തീർപ്പാക്കി ഈ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയുള്ള പ്രത്യേക ഉത്രാടം തിരുവോണം കിറ്റുകളുടെയൊക്കെ തന്നെ വിൽപ്പനയും വളരെ സജീവമായിട്ട് നടന്നു വരികയായിരുന്നു. നിലവിൽ ഓണാവധി ദിവസങ്ങളായതിനാൽ തന്നെ ഇവ ലഭ്യമാകാൻ ചെറിയ പ്രയാസമുണ്ടെങ്കിലും അവധിക്ക് ശേഷം വീണ്ടും ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരമുണ്ട്.
സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് മാസം 31 തീയതി വരെ റേഷൻ കടകൾ വഴി വാങ്ങാവുന്നതാണ്. ഇതുകൂടാതെ 25ഓളം ഉൽപ്പന്നങ്ങളടങ്ങിയ 1500 രൂപയുടെ ഉത്രാടം കിറ്റും 30ഓളം ഇനങ്ങൾ ഉൾപ്പെടുന്ന 2000 രൂപയുടെ തിരുവോണം കിറ്റും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി തുടർന്നും സ്വന്തമാക്കാവുന്നതാണ്. ഈ കിറ്റുകൾ വാങ്ങുമ്പോൾ ഏകദേശം 150 രൂപ മുതൽ 550 രൂപ വരെയുള്ള അധിക ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലാഭമായിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണക്കാലം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തിലെ സബ്സിഡി സാധനങ്ങളായിട്ടുള്ള 2 കിലോ പഞ്ചസാര, 2 കിലോ വെളിച്ചെണ്ണ തുടങ്ങിയവയൊക്കെ തന്നെ മുൻകൂറായി അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള പ്രത്യേക സൗകര്യവും സർക്കാർ ഒരുക്കിയിരുന്നു. ഇതുവരെ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കാത്തവർക്ക് അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ഉടൻ തന്നെ സപ്ലൈകോ, റേഷൻ കടകൾ എന്നിവ വഴിയൊക്കെ തന്നെ ഇത് വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ഒട്ടേറെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴി കൈകളിലേക്കോ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 2 ഗഡുക്കൾ, അതായത് അന്ന് 1600 രൂപയായിരുന്നു, 3200 രൂപ ഒരുമിച്ച് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തന്നെ മുൻകൂറായിട്ട് വിതരണം ചെയ്ത ആ ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും സമാനമായ രീതിയിൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് കൂടുതൽ ആനുകൂല്യം അല്ലെങ്കിൽ അഡ്വാൻസ് തുക ലഭിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് ചാനലുകളിലുമൊക്കെ തന്നെ ഇത്തവണയും 4000 രൂപ ഉറപ്പായിട്ട് ലഭിക്കുമെന്നൊക്കെ തന്നെ അവർ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ തലക്കെട്ട് നൽകിയതാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, അതായത് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് അല്ലെങ്കിൽ ഉത്തരവ് വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കണമെന്ന് നമ്മൾ ദിവസേനയുള്ള ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കുകയും ചെയ്തതാണ്. നിലവിൽ ഓഗസ്റ്റ് 19 തീയതി വിതരണം ആരംഭിച്ചതോടെയാണ് അക്കാര്യത്തിലൊരു വ്യക്തത നമുക്ക് ലഭിച്ചത്. ഈ മാസത്തെ സാധാരണ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപ മാത്രമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ വിതരണം പൂർത്തിയാകുന്നതോടെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ നടപടികളൊക്കെ തന്നെ അവസാനിക്കുകയും ചെയ്യും. ഇനി അഡീഷണൽ തുകയൊന്നും തന്നെ നമുക്ക് ലഭിക്കാനില്ലെന്നും അടുത്ത ഗഡു പെൻഷൻ ഇനി സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്ന കാര്യവും എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കേണ്ടതാണ്. ഇനി ഇതുവരെ അക്കൗണ്ടിൽ പണം ലഭിക്കാത്തവർ ചില സാങ്കേതികവും ഭരണപരമായിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ഈ പൊതു അവധി ദിവസങ്ങളും ബാങ്ക് അവധികളും കാരണമാണ് പെൻഷൻ തുക നിലവിൽ പലർക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിലൊക്കെ തന്നെ ചെറിയ തോതിലുള്ള തടസ്സവും വൈകലുമൊക്കെ തന്നെ നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള പെൻഷൻ തുകയും കേന്ദ്ര പെൻഷൻ വിഹിതം കൈപ്പറ്റുന്നവർക്കുള്ള തുകയുമാണ് ചിലയിടങ്ങളിലൊക്കെ തന്നെ വൈകിയിട്ടുള്ളത്. എന്നാൽ ഇതിനായിട്ട് സർക്കാർ 32 കോടിയോളം രൂപ ഇതിനോടൊപ്പം തന്നെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരും കേന്ദ്ര വിഹിതത്തിനൊക്കെ തന്നെ അർഹരായവരുമൊക്കെ തന്നെ യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ടതില്ല. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ബാങ്കിംഗ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ സാധാരണ നിലയിൽ ആകുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുകയൊക്കെ തന്നെ ക്രെഡിറ്റ് ആകുന്നതാണ്. രാജ്യത്തെ 8.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ഇത്തരത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ളത്. ഈ തുക ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ഗുണഭോക്താക്കളുടെ അറിവിലേക്ക് കൂടി ആ ഒരു കാര്യമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ മുടങ്ങാതെ കൃത്യസമയത്ത് വിതരണം ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ ചെറിയ കാലതാമസത്തിൽ എല്ലാവരും ക്ഷമയോടുകൂടി സഹകരിക്കണമെന്നും വൈകാതെ തന്നെ മുഴുവൻ തുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുമാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണ നിരക്കുകൾ 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,940 രൂപയും പവൻ 560 രൂപ കുറഞ്ഞ് 1,19,520 രൂപയിലുമാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്യുക.